നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ജൂൺ മാസം 13-ാം തീയതി, അതായത് 1201 ഇടവ മാസം 30-ാം തീയതി ശനിയാഴ്ച. നാളെ ശനിയാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:06, അസ്തമയം വൈകിട്ട് 6:42 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 9 മുതൽ 10:30 വരെയുള്ള കാലത്തെ സമയം രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ കറുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചതുർദശി, പിന്നെ അമാവാസിയായി. അതിനാൽ തിഥി വളരെ ദുർബലമാണ്. നാളത്തെ നക്ഷത്രവും വളരെ ദുർബലമാണ്. നാളെ കാർത്തിക നക്ഷത്രമാണ്. വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മക, ചിത്രാജ, രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. സശേഷന്ത് വിനശ്യതി, അതിനെ ബാക്കി പോലും നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതിനാൽ വളരെ ദുർബലമായ തിഥിയാണ്. ശനിയാഴ്ചയാണ്. വളരെ സ്ലോ ആയി പതുക്കെ മാത്രം കാര്യങ്ങൾ നടക്കുന്ന ദിനമാണ് ശനി. അതാണ് ശനൈശ്വരഃ എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. ശനിയുടെ പര്യായമാണ് ശനീശ്വരഃ, ശനൈശ്വരഃ, മന്ദഃ. ഇതൊക്കെ ശനിയുടെ പര്യായമാണ്. വളരെ സാവധാനം സഞ്ചരിക്കുന്നു. ഒരാളുടെ ജാതകത്തിൽ 5-ാം ഭാവത്തിൽ ബുദ്ധിസ്ഥാനത്ത് ശനി വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് പഠിച്ച് മുന്നോട്ട് പോകാൻ. സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായ ശനിയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്രകാരം 10-ാം ഭാവത്തിൽ ശനി വന്നാൽ കർമ്മമേഖലയിൽ വളരെയധികം തടസ്സങ്ങളും കാലതാമസവും വരും. ജോലി ലഭിക്കാനൊക്കെ ഒരു ഊർജ്ജസ്വലതയും കർമ്മമേഖല ഉണ്ടാകില്ല. ഇതൊക്കെയാണ് ശനി ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ. അതിനാൽ നാളെ വിശേഷപ്പെട്ട മുഹൂർത്തങ്ങളൊന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകേണ്ടതില്ല. എങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വല്ല കാര്യവുമുണ്ടെങ്കിൽ നാളെ 2:10 മുതൽ 3 മണി വരെയുള്ള സമയം നല്ലൊരു കാലഹോരയാണ്, നല്ല രാശിയാണ്. ആ സമയത്ത് ചെയ്ത് ഫലിപ്പിച്ച് തീർക്കുക എന്ന് പ്രത്യേകം പറയട്ടെ. നാളെ നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശിവക്ഷേത്രത്തിൽ പോകാം. ശൈവമായ എല്ലാ ദൈവങ്ങളും ശനിയെ കൊണ്ടാണ് ചിന്തിക്കുക, ശിവസംബന്ധിയായ ദൈവങ്ങൾ. അതിനാൽ നാളെ ശിവക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രമാണ്, കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശിവനാണ്, സൂര്യനാണ്. സൂര്യൻ ശിവനാണ്. അതിനാൽ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ, പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യാം. അപ്രകാരം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കും. നല്ല ശുഭദിനത്തെ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിനം ശുഭമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.